വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഈ ഗേറ്റിന് മുന്നിൽ നിൽക്കുമ്പോൾ ഉള്ളിലൊരു ചെറിയ വിറയലുണ്ട്. അന്ന് ആദ്യമായിട്ട് കയ്യിലൊരു ഫയലൊക്കെ പിടിച്ച് അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ കോളേജിനകത്തേക്ക് നടന്ന ആ പെൺകുട്ടി ഇന്നും എൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് എൻ്റെ നിർമ്മല, മൂവാറ്റുപുഴയുടെ നെഞ്ചിടിപ്പായ നമ്മുടെ സ്വന്തം ഓട്ടോണമസ് കോളേജ്. ഇതാണ് നിർമ്മലയുടെ ഹൃദയം. ഈ 104 പടവുകളിലാണ് ഞങ്ങളുടെ കൗമാരവും യൗവനവുമെല്ലാം ചിതറിക്കിടക്കുന്നത്. ഇതാണ് നമ്മുടെ കോളേജിന്റെ മെയിൻ ബ്ലോക്ക്. 1953 നമ്മുടെ കോളേജ് വരുമ്പോൾ അതിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച ഒരു ബ്ലോക്കാണിത്. നമ്മൾ മെയിൻ റോഡിലൂടെ പോകുമ്പോൾ ആദ്യം കാണുന്ന കോളേജിന്റെ ഭാഗം എന്ന് പറയുന്നതും ഈ ഒരു ബിൽഡിംഗ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ട സ്റ്റെപ്പുകളല്ലാതെ കോളേജിനകത്തേക്ക് പോകാനുള്ള മറ്റൊരു മെയിൻ വഴിയാണ് ഇപ്പൊ ഈ കാണുന്നത്. ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും, ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണിത്. ഓശാന്തി ഓശാനയിൽ പറയുന്ന പോലെ തന്നെ ഈ പച്ചപ്പും ഹരിതാപൊക്കെ വേറെ എവിടെ പോലെ നമുക്ക് കാണാൻ പറ്റാ. ഞാനിതൊക്കെ പറയുമ്പോഴും നിങ്ങൾ നോക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇതൊക്കെ ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം ഞങ്ങള് പഠിക്കുന്ന സമയത്ത് വർണ്ണശാല ക്ലബിന്റെ ഭാഗമായിട്ട് സ്റ്റുഡൻസ് തന്നെ ചെയ്തിട്ടുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മള് നിർമ്മല ഹില്ലിലെത്തി. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് ഏകദേശം 53 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ കോളേജിന്റെ ഫുൾ മാപ്പ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് നിർമ്മല സ്ക്വയർ. ഇപ്പൊ ഈ കാണുന്ന പോലെ ഒന്നുമല്ല, വൈകിട്ടൊരു 3:30 കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ആളും ബഹളമായിരിക്കും. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഫുൾ പാട്ടും കഥകളൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങൾ അടിച്ചു പൊളിക്കുന്ന ഒരു വൈബ് പ്ലേസ് എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു സ്ഥലത്തിന് പറയാം. അത് മാത്രല്ല, നമ്മുടെ കോളേജിന്റെ ഏതൊരു ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ കോളേജിന്റെ ഒരു മെയിൻ പോർഷൻ ആയിട്ട് ഈ ഒരു സ്ഥലത്തിനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോ നടന്നെത്തിയിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ മുന്നിലേക്കാണ്. എന്റെ തൊട്ടു പുറകിൽ കാണുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. അവിടെയാണ് പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ ഓഫീസ് എല്ലാം പ്രവർത്തിക്കുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈബ്രറി ബ്ലോക്കാണ് കാണാൻ പറ്റുന്നത്. റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട മെയിൻ ബ്ലോക്കിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോവാം. അതിന് തൊട്ട് മുന്നേ ഒരു ചെറിയ കാര്യം, ഗ്രീൻ ക്യാമ്പസ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു കോളേജാണ് നിർമ്മല കോളേജ്. ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ക്യാമ്പസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കാണാൻ പറ്റുക. അതിന്റെ ഭാഗമായിട്ട് സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്ന് വന്നൊരു ആശയമായിരുന്നു ക്യാമ്പസിൽ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് ബെഞ്ചാക്കി മാറ്റുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ റെസ്റ്റ് ചെയ്യുന്ന ബെഞ്ച് പോലും അതുപോലെ 10 കിലോയോളം പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 ബെഞ്ചും നമ്മുടെ കോളേജിന്റെ ഹൈലൈറ്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഓഫീസാണ്. ഞങ്ങൾ ഫീസ് അടയ്ക്കാനൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് പ്രിൻസിപ്പലിന്റെ ക്യാബിൻ. അത് കഴിയുമ്പോൾ വൈസ് പ്രിൻസിപ്പലിന്റെയും ബർസാർ അച്ഛന്റെയും ക്യാബിൻ കാണാൻ പറ്റും. ഇതൊക്കെ കൂടാതെ തന്നെ ഈ ഒരു ബ്ലോക്കിൽ തന്നെയാണ് VIP ലോഞ്ചും കോൺഫറൻസ് ഹാളും ഡൈനിങ് ഏരിയയും അതുപോലെ എക്സാം ഹാൾസ് ഒക്കെ വരുന്നത്. ഈ കാണുന്നതാണ് ലൈബ്രറി ബ്ലോക്കിന്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ കഴിയുന്നത് നമ്മുടെ ലൈബ്രറി ആണ്. ഇനി റൈറ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെയാണ് ഡിജിറ്റൽ ലൈബ്രറി ഉള്ളത്. നമ്മൾ കോളേജിലെ ആവശ്യങ്ങൾക്കൊക്കെ പ്രിന്റ് ഔട്ട്സ് എടുക്കാനൊക്കെ ഡിജിറ്റൽ ലൈബ്രറിയിലോട്ടാണ് എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. ആ ഏരിയയിൽ തന്നെയാണ് നമുക്ക് പ്ലേസ്മെന്റും അതുപോലെ പബ്ലിക് റിലേഷൻ ഓഫീസും ഒക്കെ ഉള്ളത്. അപ്പൊ നമ്മളിപ്പോ ലൈബ്രറിനകത്തേക്ക് എത്തിയിരിക്കുകയാണ്. 3 ഫ്ലോറുകളിലായിട്ടാണ് ലൈബ്രറി ഉള്ളത്. ഏകദേശം 1 ലക്ഷത്തിനടുത്ത് പുസ്തകങ്ങൾ നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്. എക്സാമിന്റെ സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലൈബ്രറിന്റെ അകത്തായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൻ ബ്ലോക്കിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ എക്കോ ഫ്രണ്ട്ലി സ്റ്റാർ ഇവിടെ ആയിരുന്നു സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് ഒരു സ്റ്റാർ മാത്രമായിരുന്നില്ല, നമ്മുടെ കോളേജിലെ 3000 സ്റ്റുഡൻസിന്റെയും സ്റ്റാഫിന്റെയും ഇമേജസ് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങളുടെ ക്യൂസ്ക്. ഇന്റർവെൽ സമയത്തൊക്കെ മിഠായി വാങ്ങി കഴിക്കാനും
സമൂസ കഴിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൂടാതെ അത്യാവശ്യം സ്റ്റേഷനറി സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട്. പിന്നെ ഇന്റർവെൽ സമയത്തൊക്കെ പിള്ളേരും ബഹളമൊക്കെ ആയിട്ട് ഇവിടെ ആകെ അടിപൊളിയായിരിക്കും. നമ്മുടെ നിർമ്മലയ്ക്ക് സ്വന്തമായിട്ട് ഒരു ഡിജിറ്റൽ തിയേറ്റർ ഉണ്ട്. കോളേജിൽ നടന്നിട്ടുള്ള ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് ഒരുപാട് സിനിമകൾ കണ്ടിട്ടും ആസ്വദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് കയറി നോക്കിയാലോ. 100 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അത്ര കപ്പാസിറ്റിയാണ് ഈ ഒരു തിയേറ്ററിനുള്ളത്. സിനിമ മാത്രമല്ല, ഇന്റർനാഷണൽ കോൺഫറൻസുകളും പിന്നെ കോളേജ് സംബന്ധമായിട്ടുള്ള മറ്റു മീറ്റിങ്ങുകളും ഒക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കോളേജിന്റെ ക്യാൻറ്റീൻ. ഉച്ച സമയങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കാണ്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഫുഡ് പ്രീ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജിന് സ്വന്തമായിട്ട് ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസിനൊക്കെ പ്രീ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഒന്ന് സ്കാൻ ചെയ്താൽ ഫുഡ് അപ്പം തന്നെ കിട്ടും. അപ്പൊ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഫെസിലിറ്റി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ കോളേജ് പുതിയതായിട്ട് തുടങ്ങിയ വിർച്വൽ ലാബാണ്. കാലം മാറുന്നതിനനുസരിച്ച് അപ്ഡേഷൻസ് കൊണ്ടുവരുന്ന ഒരു കോളേജാണ് നിർമ്മല. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് കുട്ടികളില് വിർച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലാബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് ഇവിടെ വന്ന് ഇത് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിർമ്മലയില് എനിക്ക് ഏറ്റവും കൂടുതൽ മെമ്മറീസ് തന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. കോളേജിന്റെ മെയിൻ ഓഡിറ്റോറിയം. യൂണിയൻ ഡേ, ഡാൻസ് ക്ലബ് ഇനാഗുറേഷൻ, കോളേജ് ഡേ, ആർട്സ് തുടങ്ങി ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ വെച്ച് നടക്കാറുണ്ട്. എൻ്റെ 5 വർഷത്തെ ക്യാമ്പസ് ലൈഫിനിടയ്ക്കാണെങ്കിലും എനിക്ക് ഒരുപാട് തവണ ഈ ഒരു സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ കോളേജിലേക്ക് അഡ്മിഷന് വേണ്ടി ആദ്യം വന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു കിളിക്കൂടും അതിനോട് ചേർന്നുള്ള ഒരു കുളവും. മൈൻഡൊക്കെ നല്ല സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. കോളേജ് ഓട്ടോണമസ് ആയിട്ട് ഇപ്പൊ 3ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. സ്റ്റുഡൻസിന് ഓട്ടോണമസ് റിലേറ്റഡ് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ കോളേജിന് സ്വന്തമായിട്ടൊരു പരീക്ഷാ ഭവൻ ഉണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ATM സൗകര്യമുണ്ട്. ഇനി ഈ ഫ്ലോറിൽ തന്നെയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇഗ്നോ സ്റ്റഡി സെന്ററും കാണാൻ കഴിയുന്നത്. നമ്മുടെ കോളേജിനകത്തായിട്ട് ഒരു ആർബറേറ്റം ഉണ്ട്. ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സും ട്രീസും ഒക്കെ ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയും. കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു വരാന്തായിട്ട് തോന്നുമെങ്കിലും ഞങ്ങൾക്ക് ഇതൊരു ഗാലറി ആയിരുന്നു. കോളേജില് ഫ്ലാഷ് മോബ്, സ്ട്രീറ്റ് പ്ലേ, ബാസ്കറ്റ് ബോള് അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ നിന്നാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ ഒരു ബിൽഡിങ്ങിലായിട്ട് നമുക്കൊരു തപാൽ ഓഫീസ് ഉണ്ട്. അതിന്റെ 2 സൈഡിലുമായിട്ട് NCC, NSS, സ്റ്റാഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ഓഫീസുകളുണ്ട്. ഇതാണ് ഞങ്ങളുടെ കോളേജിന്റെ ചാപ്പല്. അപ്പോൾ എക്സാമിന്റെ സമയത്തൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഓടി വന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. മെയിൻ ഓഡിറ്റോറിയം അല്ലാതെ നമ്മുടെ കോളേജിന് മറ്റൊരു ഓപ്പൺ സ്റ്റേജ് കൂടെ ഉണ്ട്. പല പ്രോഗ്രാംസും പ്രത്യേകിച്ച് ഔട്ട്ഡോർ ഫങ്ഷൻസ് ഒക്കെ ഇവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. പഠനത്തോടൊപ്പം കുട്ടികൾ പരിപാലിക്കുന്ന ഒരു ഏരിയയിലോട്ടാണ് നമ്മളിപ്പോൾ കയറുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവിടെ പലതരത്തിലുള്ള ചെടികളുണ്ട്. കൂടുതലും ഔഷധ സസ്യങ്ങളാണ്. അതുകൂടാതെ തേനീച്ച വളർത്തലും മഷ്റൂം കൃഷിയൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്. ഇവിടുത്തെ മഷ്റൂം സ്റ്റുഡൻസ് ഇവിടെയുള്ള ടീച്ചേഴ്സിന് തന്നെ സെല് ചെയ്യാറുണ്ട്. നല്ലൊരു പരിപാടിയല്ലേ. ഇപ്പൊ ഇവിടുന്ന് ലൈം ജ്യൂസ് ഒക്കെ കുടിക്കുമ്പോൾ മുന്നുണ്ടായിരുന്ന ഓർമ്മകളൊക്കെയാണ് മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത്. ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ വന്നിരുന്ന് അത് ബ്രേക്ക് സമയത്തൊക്കെ വന്നിരുന്ന് സംസാരിച്ചിരുന്നതും ഇതുപോലെ പപ്സ് കഴിച്ചിരുന്നതും അതേപോലെ തന്നെ നമ്മൾ ടീച്ചേഴ്സൊക്കെ ആയിട്ട് അധികം കമ്മ്യൂണിക്കേഷൻ നടക്കുക ഇവിടെയായിരുന്നു, ക്ലാസ്സിന് പുറത്ത്. അപ്പോൾ എന്താ പറയാ, ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ. പക്ഷെ ഇപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പേര് ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, ചായ് GPT. കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ഞങ്ങൾ ഇട്ടൊരു പേരാണത്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാരെയും മിസ് ചെയ്യുന്നുണ്ട്. ഇതാണ് PG ബ്ലോക്ക്, സിൽവർ ജൂബിലി ബ്ലോക്ക് എന്ന് അറിയപ്പെടും. ഞാൻ എന്റെ കോളേജ് ലൈഫിലെ 5 വർഷം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബിൽഡിങ്ങിലാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് പോയി നോക്കിയാലോ. വാ. ഇതാണ് എന്റെ ഡാറ്റാ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. സാധാരണ ഞാൻ ഇവിടെ വരാറുള്ളതൊക്കെ എന്തെങ്കിലും സൈൻ ചെയ്ത് മേടിക്കാനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആവശ്യം നേടിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്.
നമ്മുടെ കോളേജ് ക്യാമ്പസിനകത്തുള്ള നിർമ്മല മാതാ പള്ളിയാണ്. ഈ വഴി പോയി കഴിഞ്ഞാൽ ഇവിടെ MCA ബ്ലോക്ക് ഉണ്ട്, അത് കഴിയുമ്പോൾ DJ ബ്ലോക്കും ഉണ്ട്, തൊട്ടടുത്തായിട്ട് ബോയ്സ് ഹോസ്റ്റലുണ്ട്. അപ്പോൾ നമുക്ക് പോയി കണ്ടാലോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ MCA ബ്ലോക്ക്. MCA കോഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വന്നത്. ഇതുകൂടാതെ തന്നെ സിവിൽ സർവീസ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് കോച്ചിങ് കൊടുക്കാനായിട്ട് നിർമ്മല സിവിൽ സർവീസ് അക്കാദമിയും ഇതിനകത്തുണ്ട്. ഇതാണ് DJ ഡയമണ്ട് ജൂബിലി ബ്ലോക്ക്. നിർമ്മലയിലെ എല്ലാ സെൽഫ് ഫൈനാൻസിങ് ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കുന്നത് ഈ ഒരു സ്പേസിലാണ്. ഇത് നിർമ്മലയുടെ തന്നെ ഹോസ്റ്റലാണ്, ജീവജ്യോതി ബോയ്സ് ഹോസ്റ്റൽ. ഇത് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു വിന്റേജ് ഫീലാണ് കിട്ടുന്നത്. പക്ഷെ ഞാൻ വരാറില്ല. ഇത് നമ്മുടെ പ്ലേയിങ് ഏരിയയാണ്. ഇവിടെ വോളിബോൾ കോർട്ട് ഉണ്ട്, അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ക്രിക്കറ്റിന് നെറ്റ്സ് ഉണ്ട്. പിന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ അവിടെ മെയിൻ ഗ്രൗണ്ട് ആണ്, നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് ആണത്. പിന്നെ ബാസ്കറ്റ്ബോൾ കോർട്ട് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. നമ്മുടെ കോളേജിന് ബോയ്സ് ഹോസ്റ്റലായിട്ട് ജീവജ്യോതി മാത്രമല്ല, ഒരു സ്പോർട്സ് ഹോസ്റ്റലും കൂടെ ഉണ്ട്. കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള കുട്ടികളൊക്കെ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ LF ഹോസ്റ്റൽ. ഞാൻ എൻ്റെ 5 വർഷം താമസിച്ചിരുന്നത് ഈ ഒരു ഹോസ്റ്റലിലാണ്. ഇത് കൂടാണ്ട് നമുക്ക് വേറെ 2 ഹോസ്റ്റലും കൂടി ലേഡീസിനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഹോസ്റ്റലാണ്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ബോയ്സ് ഹോസ്റ്റലിൽ ഒരു വിൻറ്റേജ് ഫീലാ തരുന്നതെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഈ ഒരു ഹോസ്റ്റൽ ഒരു ഹോംലി ഫീലാണ് തരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഹോം എന്നൊക്കെ പറയാൻ പറ്റും. ഇവിടെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അങ്ങനെ ദിസ് ഈസ് മൈ കോളേജ് ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. മയ്യൽ വരാതിന്നാൾ പലതിൽ മറിവയിലും തണല് മന്ദിരമാം വനികയിൽ വർണ്ണങ്ങളായി നീ പടര് വാനില ചെടിയേ.